എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാണാത്ത ഒരു കാര്യത്തിൽ, പ്രത്യേകിച്ച് യേശുവിന്റെ പുനരുത്ഥാനത്തിൽ നമുക്കെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പലരെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണിത്. നമുക്കിന്ന് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ? നമ്മളിൽ പലരും അങ്ങനെയാണല്ലേ ചിന്തിക്കുന്നത്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും കൈകൊണ്ട് തൊടാൻ കഴിയുന്നതുമൊക്കെയാണ് സത്യമെന്ന്. പക്ഷേ ശരിക്കും അതങ്ങനെ തന്നെയാണോ? സത്യം പറഞ്ഞാൽ മരണമെന്നത് നമുക്കെല്ലാവർക്കും ഒരു ഫുൾ സ്റ്റോപ്പ് പോലെയാണ്, ഒരു അവസാനം. അതുകൊണ്ട് തന്നെ മരിച്ചുപോയ ഒരാൾ വീണ്ടും ജീവനോടെ വന്നു എന്ന് കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ നമുക്ക് കുറച്ചു പാടാണ്. കാരണം അത് നമ്മുടെ കണ്ണിന് കാണാൻ കഴിയുന്നൊരു കാര്യമല്ലല്ലോ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം. യേശുവിന്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിലെ ഈ സ്ഥലത്തും കാലത്തിലുമൊന്നും ഒതുങ്ങുന്നൊരു സംഭവമല്ല. അത് ദൈവത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ സാധാരണ കണ്ണുകൾ കൊണ്ട് അത് കാണാൻ പറ്റാത്തത്. എന്നാൽ ഒരു കാര്യം കാണാൻ കഴിയുന്നില്ല എന്ന് കരുതി അത് നിലവിലില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അതിന്റെ ഫലം, അതിന്റെ ഒരു എഫക്റ്റ് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ ഈ കാണാത്ത കാര്യവും അതിന്റെ കാണുന്ന ഫലവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ഒരു ഉദാഹരണം നോക്കാം. ഇപ്പോ കറണ്ടിന്റെ കാര്യം തന്നെ എടുക്കാം. ഒരു വയറിലൂടെ പോകുന്ന ഇലക്ട്രിസിറ്റി നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ ഒരു ശക്തി നമ്മുടെ കണ്ണിന് മുന്നിൽ അദൃശ്യമാണ്. പക്ഷേ ആ കറണ്ട് അവിടെയുണ്ടെന്ന് നമുക്ക് 100% ഉറപ്പാണ്. അതെങ്ങനെയാ? ആ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബൾബ് കത്തുന്നു, ഫാൻ കറങ്ങുന്നു, അല്ലേ? ആ വെളിച്ചവും കാറ്റുമൊക്കെയാണ് കറണ്ടിന്റെ ഫലം, അതിന്റെ തെളിവ്. അപ്പോൾ അതാണ് പോയിന്റ്. നേരിട്ട് കാണാൻ പറ്റാത്തൊരു കാര്യത്തെ അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, വിശ്വസിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈയൊരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് തിരിച്ചു പുനരുത്ഥാനത്തിലേക്ക് വരാം. അദൃശ്യമായ ആ പുനരുത്ഥാനത്തിന്റെ ഫലങ്ങൾ, അതിന്റെ തെളിവുകൾ ചരിത്രത്തിൽ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? അതിന് നമ്മൾ നോക്കേണ്ടത് യേശുവിന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്കാണ്. യേശുവിനെ കുരിശിൽ തറച്ചതിനു ശേഷം ആ ശിഷ്യന്മാരുടെ അവസ്ഥ എന്തായിരുന്നു? ഒന്ന് ആലോചിച്ചു നോക്കിയേ. അവർ പേടിച്ച് വിറച്ച് ഒരു മുറിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നിരാശരായിരിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് സംഭവിച്ചതെന്താണ്? ഒരു അവിശ്വസനീയമായ മാറ്റം. ആ പേടിത്തൊണ്ടന്മാർ ധീരന്മാരായി മാറി. ഒളിച്ചിരുന്നവർ പുറത്തിറങ്ങി ലോകം മുഴുവൻ യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. അവരുടെ നിരാശയുടെ സ്ഥാനത്ത് ഒരുതരം ശക്തിയും പ്രത്യാശയും വന്നു നിറഞ്ഞു. ഇനി ഈ ചോദ്യമൊന്ന് ആലോചിച്ചു നോക്കൂ. മരിച്ചുപോയ ഒരു കൂട്ടുകാരനെക്കുറിച്ചുള്ള ഓർമ്മ. വെറുമൊരു മെമ്മറിക്ക് ഒരാളെ ഇത്രയും മാറ്റാൻ പറ്റുമോ? സ്വന്തം ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായി ഒരു കാര്യത്തിനു വേണ്ടി നിലകൊള്ളാൻ ഒരു ഓർമ്മ മാത്രം മതിയോ? ഇതിൽ നിന്ന് നമുക്കൊരു കാര്യമേ ഊഹിക്കാൻ പറ്റൂ. ശിഷ്യന്മാരിൽ വന്ന മാറ്റമുണ്ടല്ലോ, അതൊരു വെറും മാറ്റമല്ല, അതൊരു ഭയങ്കരമായ അടയാളമാണ്. അത് കാണിക്കുന്നത് അവർ വെറുതെ യേശുവിനെ ഓർത്തിരിക്കുകയായിരുന്നില്ല, മറിച്ച് ജീവിക്കുന്ന ഉയിർത്തെഴുന്നേറ്റ് യേശുവിനെ അവർ നേരിട്ട് അനുഭവിച്ചു എന്നാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ചരിത്രത്തിലെ സാക്ഷികളെക്കുറിച്ചാണ്. ഇനി നമുക്ക് നമ്മളിലേക്ക് വരാം. അന്നവരനുഭവിച്ച ആ ശക്തിയുടെ ഫലങ്ങൾ, അതിന്റെ അടയാളങ്ങൾ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക? ഈ ഒരു ശക്തിക്കായി നമ്മുടെ ഹൃദയം തുറന്നുകൊടുക്കാൻ ചില സിമ്പിൾ വഴികളുണ്ട്. ഒരുപക്ഷെ അത് ഒരു ചെറിയ പ്രാർത്ഥനയാവാം, അല്ലെങ്കിൽ ചുമ്മാ കുറച്ചുനേരം ഒന്നിനും പോകാതെ ശാന്തമായിട്ടിരിക്കുന്നത്. ചിലപ്പോൾ ബൈബിളിലെ ഏതെങ്കിലും ഒരു വാക്ക് നമ്മളോട് സംസാരിക്കും. അതുമല്ലെങ്കിൽ നമ്മളെ കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരാളോടുള്ളൊരു സംഭാഷണം. ഇതൊക്കെ ആ ശക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനുള്ള വഴികളാണ്. അപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഒരു കാര്യം ഓർക്കണം. വിശ്വാസം എന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമൊന്നുമല്ല, മറിച്ച് അതൊരു ക്ഷണമാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള സ്നേഹത്തോടെയുള്ളൊരു ഇൻവിറ്റേഷൻ. ജീവിക്കുന്ന യേശുവിൽ വിശ്വസിക്കുമ്പോഴാ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് നല്ല കാര്യങ്ങളാണിത്. നമ്മുടെ പേടിയെ ധൈര്യമാക്കി മാറ്റാൻ, നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടിലേക്ക് വെളിച്ചം കൊണ്ടുവരാൻ, നമുക്ക് ധൈര്യം തരാൻ, അങ്ങനെ നമ്മളെ തന്നെ പ്രത്യാശയുടെ സാക്ഷികളാക്കി മാറ്റാൻ യേശു ആഗ്രഹിക്കുന്നു. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ കറണ്ടിന്റെ ഫലം പോലെ നമുക്ക് കാണാനും അനുഭവിക്കാനും പറ്റുന്ന മാറ്റങ്ങളാണ്. ഈയൊരു ചെറിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈയൊരു ചിന്ത അവസാനിപ്പിക്കാം. അതെ, കാണാൻ കഴിയാത്ത ആ ശക്തിയെ അതിന്റെ ഫലങ്ങളിലൂടെ തിരിച്ചറിയാനും അനുഭവിക്കാനും നമ്മുടെയെല്ലാം ഹൃദയങ്ങൾ തുറന്നിരിക്കട്ടെ. നന്ദി.